ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ കുംഭമേള സ്തംഭിച്ചതിനെക്കുറിച്ച് ഒരു വാർത്ത നൽകിയിരുന്നു. അതിൽ അഭൂതപൂർവമായ ഒരു തിരക്കാണ് എന്ന് പറഞ്ഞിരുന്നു. 20 കിലോമീറ്റർ നീളുന്ന വലിയ ക്യൂ തന്നെയാണ്. ക്യൂ എന്ന് പറയാൻ കഴിയില്ല, വലിയ ജനത്തിരക്ക്. അതായത് വലിയ റാലികൾക്കും മറ്റും പങ്കെടുക്കുന്നത് പോലെ ഈ തെരുവോരങ്ങൾ നിറഞ്ഞു കവിഞ്ഞ ജനസാഗരമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് നിർത്തി വെച്ചിരിക്കുന്നു. അവിടുത്തെ കാര്യങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ആരും വരണ്ട എന്ന അധികാരികൾ അഭ്യർത്ഥിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. 5 കോടി പേരെയാണ് ഈ പ്രധാന സ്നാനത്തിനായിട്ട് പ്രതീക്ഷിച്ചിരുന്നത്. ഈ ദിവസങ്ങൾ, ഈ അമാവാസി ദിവസങ്ങളിൽ 5 കോടി പേരെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എത്തിയത് 10 കോടിക്ക് മുകളിൽ ജനമാണ്, അല്ലെങ്കിൽ ഭക്തരാണ്, വിശ്വാസികളാണ് അവിടേക്ക് എത്തിയത്. ഇത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ബാരിക്കേഡുകളെല്ലാം തകരുകയായിരുന്നു. സ്നാനഘട്ട്, അതായത് പ്രധാനമായി ഈ ഭക്തർ കുളിക്കുന്ന ഇടത്തേക്ക് തിക്കി തിരക്കി ജനം എത്തിയതോടുകൂടിയാണ് തിക്കിലും തിരക്കിലും പെട്ട് 15ഓളം പേർ മരിച്ചിരിക്കുന്നു. കൂടുതൽ പേർ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുമാണ്. ഇവിടെ ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. അഖാഡ പരിഷത്ത് ജനറൽ സെക്രട്ടറിയും ജുന അഖാരയുടെ രക്ഷാധികാരി മഹന്ത് ഹരിഗിരി അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഈ പ്രധാന സ്നാനഘട്ട് ഭക്തർ മാറ്റിക്കൊണ്ട് മറ്റിടങ്ങളിൽ, ഗംഗയുടെ എവിടെ കുളിച്ചാലും ഇന്ന് പുണ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രധാന സ്ഥലത്തു നിന്ന് മാറി ഗംഗയുടെ ഏത് ഭാഗത്തും നിങ്ങൾ സ്നാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പ്രധാന ഈ സ്നാനം ചെയ്യുന്നിടത്തേക്കാണ് ജനം തിക്കിത്തിരക്കി വരികയും ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് ഈ ഇതുപോലെയുള്ള അപകടം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ജനത്തിരക്കാണ്. ഇപ്പോൾ ഈ ജനത്തിരക്ക് നിയന്ത്രിക്കാനായി കൂടുതൽ സൈന്യത്തെ അങ്ങോട്ടേക്ക് വിന്യസിച്ചതായാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. CRPFൻ്റെയും ഒപ്പം തന്നെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെയും ഒക്കെ കൂടുതൽ വിഭാഗങ്ങൾ ഇപ്പോൾ ഈ പ്രയാഗ്രാജിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കുകയാണ്. ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് ഉടൻ എത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട അഖാഡകൾ, അതായത് ഈ സന്യാസി സമൂഹങ്ങളെല്ലാം തന്നെ മടങ്ങാൻ വിശ്വാസികളോട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് മടങ്ങുക. അതായത് സ്നാനം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭക്തർ നിൽക്കേണ്ട കാര്യമില്ല, അവർ മടങ്ങണമെന്നാണ് പറയുന്നത്. പക്ഷേ പലരും അവിടെ എത്തുന്നവർ അവിടെ മടങ്ങാതെ തമ്പടിക്കുന്നതും ഈ ആൾക്കൂട്ടത്തിന് കാരണമായി. ഏതായാലും 5 കോടി ജനം എത്തുമെന്ന് പ്രതീക്ഷിച്ച ഈ ദിനത്തിൽ 10 കോടിക്ക് മേൽ എത്തുകയും ഈ അവിടെ ഒരുക്കിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാളുകയുമായിരുന്നു. അത് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. വിവിധ മാധ്യമങ്ങൾ, ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അത് കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ രീതിയിൽ തന്നെയാണ് അവിടെ ജനം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങോട്ടേക്ക് ആരും വരരുത് എന്ന് ഇന്നലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങളും മറ്റും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനം പങ്കെടുക്കുന്ന ഒരു വലിയ ഭക്തി നിർഭരമായ അന്തരീക്ഷം നടക്കുന്ന ഒരു ചടങ്ങ്, ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ചടങ്ങ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശീയരടക്കം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൻ്റെ ഇതിലേക്ക് കൂടുതൽ പേർ എത്തിയത് അപകടത്തിൻ്റെ ആ ഒരു കാഠിന്യം വർദ്ധിപ്പിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം ഇത് തന്നെയാണ്. പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ അമിത്ഷായും അടക്കമുള്ളവർ യോഗി ആദിത്യനാഥ് അതുമായി നിരന്തരം ബന്ധപ്പെട്ട് വരുന്നു. ഏതായാലും യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് ഗംഗയുടെ മറ്റിടങ്ങളിലേക്ക്, കാരണം നമുക്കറിയാം ഗംഗാനദി വലിയ ഒരു നദി തന്നെയാണ്, അതിൻ്റെ മറ്റിടങ്ങളിലേക്ക് ഈ കുളിക്കായി, സ്നാനത്തിനായി പോകണമെന്നാണ്. ഇന്നാണ് ആ ദിനം. ഏതായാലും ചടങ്ങുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.